അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്. ഇവിടെ റിയാദിൽ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഇവിടുത്തെ പള്ളികൾ ഇവിടെ വളരെ ഗംഭീരമായിരിക്കും. ഗവൺമെൻറ്റാണ് ഇതൊക്കെ നോക്കുന്നത്. എന്നതുകൊണ്ട് പള്ളികളൊക്കെ നല്ല ഭംഗിയിൽ വലിയ വിശാലത ഉള്ള പള്ളികൾ, ഏത് സമയത്തും AC വർക്കായിട്ട് തണുപ്പുള്ള ഒരു കാലാവസ്ഥ. പുറത്ത് എത്ര ചൂടാണെങ്കിലും പള്ളീൻ്റെ ഉള്ളിലെല്ലാം, ഏകദേശം പള്ളീൻ്റെ ഉള്ളിലൊക്കെയും നല്ല തണുപ്പ് കാര്യങ്ങൾ, നല്ല കാർപ്പറ്റായിരിക്കും. വൈകിയ കാർപ്പറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റും, ആരെങ്കിലും ഒരാൾ ഏറ്റെടുത്തിട്ട്. അങ്ങനെ പറയും. ഞാൻ ഇപ്പോൾ ഉള്ളത് സഫറാത്ത് ഡിപ്ലോമാറ്റിക്കിൻ്റെ ഉള്ളിലാണ്. ഉള്ളിലുള്ള ഒരു പള്ളിയുടെ ഭിത്തിയാണ് ഈ കാണുന്നത്, പുറം ഭാഗമാണ് കാണുന്നത്. മിനാർ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇവിടെ മിനാരത്തിൻ്റെ പകുതി കാണുന്നുള്ളൂ, കുറച്ചും കൂടെ അപ്പുറം പോയാലേ ഫുള്ള് കാണും. പള്ളീൻ്റെ പുറം ഭാഗമാണിത്. മാഷാ അല്ലാഹ്, നല്ല ഒരു അന്തരീക്ഷം. ഇവിടെ വന്നിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാർ, ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ രാജ്യത്തിൻ്റെ ഡിപ്ലോമാറ്റിക് ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് എംബസികളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണുള്ളത്. എൻ്റെ ഒരു ഭാഗമാണ്. എൻ്റെ അവിടെയും എന്തുണ്ട്, പള്ളി കാര്യങ്ങൾ, സൗകര്യം, നിസ്കരിക്കാനും ബാത്റൂമും എല്ലാം നല്ല അടിപൊളിയായിട്ട് ഉണ്ട്. കണ്ടപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തെന്നുള്ളൂ. മാഷാ അല്ലാഹ്. ഇത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നാട് ക്യാപിറ്റലല്ലല്ലോ. നോക്കുമ്പോൾ നമ്മുടെ നാട് കുഴപ്പമൊന്നുമല്ല, മോശമൊന്നുമല്ല എന്ന് പറയും. എന്നാലും നമ്മുടെ ക്യാപിറ്റൽ ഡൽഹിയാണ്. ഡൽഹിയുടെ ചുറ്റുഭാഗം എങ്ങനെ ഒന്നും ഉള്ളിലേക്ക് കയറി ഞാൻ നോക്കിയിട്ടില്ല. ഇവിടുത്തെ ഗല്ലികളിലേക്ക് കയറി വലിയ പരിചയമൊന്നുമില്ല. അവിടെ അങ്ങനെ പോയി സഞ്ചരിച്ച് വന്നിട്ടുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ റിയാദിൽ സഞ്ചരിച്ച പല ഭാഗങ്ങളിലും പല സ്ഥലങ്ങളിലും ഇങ്ങനെ സഞ്ചരിച്ച് നമുക്ക് പരിചയമുള്ളതുകൊണ്ട് ഓരോ ഭാഗങ്ങളുടെ വീഡിയോ ഇങ്ങനെ വിടുകയാണ്. നല്ല സൗകര്യം, എന്താ ഭംഗി, ചെടികളൊക്കെ വെച്ച്. ഏത് നാട്ടിലാന്ന് നോക്കണം ഈ ചെടികളൊക്കെ വെച്ചത്. ഒരിറ്റ് വെള്ളം പോലും ഈ ഭൂമിയിൽ നിന്ന് കിട്ടാത്ത ഒരു സ്ഥലമാണ്. എല്ലാത്തിനും വെള്ളം സപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ കണ്ട ചെറിയ പൈപ്പുകൾ വെച്ചുകൊണ്ട് സപ്ലൈ ചെയ്തുകൊണ്ട് വെള്ളം എത്തിപ്പിച്ചുകൊണ്ടാണ് ഈ ചെടികളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചത്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. വളരെ ഓരോ വിഷയം ഇവിടത്തെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. വെള്ളമില്ലാത്ത ഈ മരുഭൂമിയിൽ എവിടുന്നോ വെള്ളം എത്തിപ്പിച്ച് എല്ലാ കാര്യങ്ങളും